Hello guys. Welcome back to the second episode of Radiography Reveal. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതെങ്ങനെയാണ് അതിനൊരു നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കേണ്ടത്, അതിൽ എന്തൊക്കെയാണ് കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്, അതുപോലെ തന്നെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിലെന്തൊക്കെയാണ് നമ്മൾ ഓരോ ഇൻ്റർവ്യൂവിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത്. അത് ഇതുവരെയായിട്ട് കാണാത്തവർക്കാണെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കാണാനാക്കുക. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ട് ഇജാസ് പറയുന്നതായിരിക്കും. ഇജാസ്, അപ്പം ഇന്ന് രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഡ്യൂട്ടി ഓഫ് കാൻഡോർ ആൻഡ് ഹൗ ടു മാനേജ് എൻ ഇൻസിഡൻറ്റ്. ഡ്യൂട്ടി ഓഫ് കാൻഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീങ് ഹോണസ്റ്റ്, അത് നമ്മൾ വൈകാതെ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹൗ ടു മാനേജ് എൻ ഇൻസിഡൻറ്റ്. ഒത്തിരി ഇൻസിഡൻറ്റുകൾ നമ്മുടെ വർക്കിംഗ് ഏരിയയിൽ ഉണ്ടാവാം. അപ്പോൾ വർക്ക് ഫ്ലോയുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഇൻസിഡൻറ്റുകളെ പറ്റിയിട്ട് ഒത്തിരി ചോദ്യങ്ങൾ ഇൻ്റർവ്യൂവർ ചോദിക്കാം. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊരു ചെറിയ ഡീറ്റെയിൽ ഷോർട്ടായിട്ട് നമ്മളൊരു ആൻസർ നിങ്ങൾക്കൊരു ഐഡിയ തരുന്നതായിരിക്കും എങ്ങനെ ഉത്തരം പറയാം അങ്ങനെ ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ. എല്ലാ ഇൻസിഡൻറ്റും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ഹൗ ടു മാനേജ് എൻ ഇൻസിഡൻറ്റ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ഐഡിയ തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു ഹൗ ടു മാനേജ് എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളും ഉണ്ട്. അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ, അതുകൊണ്ട് നമ്മൾ വളരെ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നതായിരിക്കും. ഈ പറയാൻ പോകുന്ന കാര്യങ്ങളും ഇതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളേതായിട്ടുള്ള രീതിയിൽ നമ്മളേതായിട്ടുള്ള നോളജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ അതൊരിക്കലും തന്നെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾ മനസ്സിലാക്കി എടുത്തതിന് ശേഷം നിങ്ങളേതായ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ വരുത്തുക. അതിനുശേഷം നിങ്ങൾ ഇൻ്റർവ്യൂവിന് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാനാക്കുക. അതെ, നമ്മൾ ഇത്രയും നാൾ ഇവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്നുള്ള ഉത്തരങ്ങളാണ് ഇത്. ആക്ച്വലി നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഇൻസിഡൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൊളീഗിൻസിനുണ്ടായ ഇൻസിഡൻസ്, അതുപോലെ നമുക്കുണ്ടായ ഇൻസിഡൻസ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്തു, നമ്മൾ ആ ഒരു കാര്യം ഷോർട്ടായിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർക്കാണെങ്കിൽ നാട്ടിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം അതുപോലത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളോട് അതുപോലുള്ള ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ മിക്കവാറും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ മോസ്റ്റ്ലി കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇതിന് എന്താ ആൻസർ പറയുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പം നമ്മൾ ആ ഒരു ഇൻസിഡൻസ് മാനേജ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതെന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പെരിഫറൽ ഐഡിയ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ മല്ലു റേഡിയോഗ്രാഫർ. എൻ്റെ പേര് സുചേഷ്. ഞാൻ ഇജാസ്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ഡ്യൂട്ടി ഓഫ് കാൻഡോർ. ഡ്യൂട്ടി ഓഫ് കാൻഡോർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടുത്തെ വർക്ക് ഫോഴ്സിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഡ്യൂട്ടി ഓഫ് കാൻഡോർ എന്ന് പറയുന്നത്. നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മളെ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. നാട്ടിലൊക്കെ നമ്മളൊരു റേഡിയോഗ്രാഫേഴ്സിന് വളരെ ഫെമിലിയർ ആയിരിക്കും. നമ്മളൊരു CT സ്കാൻ എടുക്കുമ്പോൾ നമ്മൾ കൺസെൻറ്റ് എടുക്കുന്നത് പ്രത്യേകിച്ച് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. പേഷ്യൻ്റ് പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ സംഭവിക്കും, ഇതിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറയും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഡ്യൂട്ടി ഓഫ് കാൻഡോർ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പ്രൊസീജിയറാണ് ചെയ്യുന്നത്, ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഔട്ട്കം. റേഡിയോഗ്രാഫർ ആയ സ്ഥിതിക്ക് നമ്മളിതിൻ്റെ റിസൾട്ട് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ട്രെയിൻഡ് അല്ല ഒരു റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇമേജ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ട്രെയിൻഡ് ആയ റേഡിയോഗ്രാഫേഴ്സ് UK യിലുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് പറയാം. പക്ഷേ ഇവരുടെ ഡോക്ടേഴ്സ് ചെയ്യേണ്ട കാര്യമാണത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് ഡ്യൂട്ടി ഓഫ് കാൻഡോറിന് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആക്സിഡൻ്റലി ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റെ അടുത്ത് നമ്മളത് പറയണം എന്താണ് സംഭവിച്ചതെന്ന്. അത് പേഷ്യൻറ്റിൻ്റെ അടുത്തോ പേഷ്യൻറ്റിന് അത് പേഷ്യൻ്റ് ഒരു അൺകോൺഷ്യസ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റെ അറ്റൻഡേഴ്സിനോ അല്ലെങ്കിൽ പേഷ്യൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്താണ് സംഭവിച്ചതെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ പേഷ്യൻറ്റിന് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറുടെ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പറയും അതൊരു ചെറിയ സംഭവമാണ്, അല്ലെങ്കിൽ നമ്മളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മാറ്റി നിർത്തിയിട്ട് പേഷ്യന്റ് നല്ല ബോധമുള്ള ആരോഗ്യമുള്ള ഒരാളാണ്, അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും നമ്മൾ പേഷ്യന്റിനെ പാനിക് ആക്കണ്ടെന്ന് കരുതിയിട്ട് പേഷ്യന്റെ റിലേറ്റീവ്സിനെ വിളിച്ചിരുത്തി പറയും. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഇവിടെ അങ്ങനെയല്ല. എല്ലാവർക്കും അത് കറക്റ്റായിട്ട്, ഈവൻ പേഷ്യന്റെ അടുത്ത് എന്താണ് ഈ സംഭവം, ഇങ്ങനെയാണ്, ഇത് നമ്മൾ പേഷ്യൻ്റ് ഒറ്റയടിക്ക് പാനിക് ആക്കാത്ത രീതിയിൽ
അതിനെല്ലാവരും ട്രെയിൻഡ് ആയിരിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ പേഷ്യന്റിന്റെ അടുത്ത് നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം, നമുക്ക് ഇത്രയും റിസോഴ്സസ് ഉണ്ട് അതിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ നിങ്ങളൊട്ട് പേടിക്കേണ്ടതില്ല, പക്ഷെ ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞ് പേഷ്യന്റിനെ മനസ്സിലാക്കുക. അതാണ് ഡ്യൂട്ടി ഓഫ് കാൻഡോർ എന്ന് പറയുന്നത്. ഇത് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഒരു A to Z തൊട്ടുള്ള ഹെൽത്ത് കെയറിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മൊത്തത്തിൽ പേഷ്യന്റിനെ അറിയിക്കുക, അല്ലെങ്കിൽ പേഷ്യന്റെ ഫാമിലിയുടെ അടുത്ത് അറിയിക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബീങ് ഹോണസ്റ്റ്, പേഷ്യന്റെ അടുത്ത് തുറന്ന് പറയുക ഇതൊക്കെയാണ് സംഭവം എന്നുള്ളതാണ്. നമ്മളൊന്നും ഹൈഡ് ചെയ്യാതിരിക്കുന്നതിനാണ് ഡ്യൂട്ടി ഓഫ് കാൻഡോർ എന്ന് പറയുന്നത്. യെസ്, അതായത് ഒരു കോമ്പസ്മെന്റസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, അതായത് സ്വന്തമായിട്ട് ചിന്തിക്കാനും തീരുമാനം എടുക്കാനും കഴിവുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിനോട് നടക്കുന്ന സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതായത് ഒരു നമ്മളെ ഇപ്പം ആസ് എ റേഡിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ നമ്മളെ സൈഡിൽ നിന്ന് ഒരു എക്സ്റേ തെറ്റുപറ്റി അല്ലെങ്കിൽ ഒരു CT സ്കാൻ നമ്മളിപ്പം മാറിയെടുത്തു, ഒരു പാർട്ട് മാറിയെടുക്കുകയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ അടുത്ത് നമ്മൾ സംഭവിച്ച കാര്യം പറയുക, ഇങ്ങനെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, മാറിപ്പോയി, അതിന് അപ്പോളജൈസ് ചെയ്യുക. അപ്പോളജൈസ് ചെയ്തിട്ട് വീണ്ടും കൺസെന്റ് അവരോട് ചോദിക്കുക, ഇങ്ങനെ രണ്ടാമത് സ്കാൻ ചെയ്തോട്ടെ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ രണ്ടാമത് എക്സ്റേ എടുത്തോട്ടെ എന്നുള്ള കാര്യം അവരോട് കൺസെന്റ് ചോദിക്കുക. അവർ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് എക്സ്റേ എടുക്കാം അല്ലെങ്കിൽ CT എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നാൽ അതൊരു ഇൻസിഡന്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവും. കാരണം റേഡിയേഷൻ നമ്മൾ അനാവശ്യം നമ്മളെ തെറ്റ് കാരണം പേഷ്യന്റിനെ വീണ്ടും നമ്മൾ റേഡിയേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു അത് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യം, അതായത് നമ്മൾ ഭാഗത്ത് തെറ്റ് പറ്റി കഴിഞ്ഞാൽ പേഷ്യന്റിനോട് ഹോണസ്റ്റ് ആയിട്ട് പറയുക. അല്ലെങ്കിൽ ഇപ്പം ഡോക്ടേഴ്സിന്റെ സിനാരി ആണെങ്കിൽ പേഷ്യൻസിന് വല്ല എന്താ പറയുക, ഒരു മാറാ രോഗം അല്ലെങ്കിൽ വേറെ അതുപോലത്തെ എന്തെങ്കിലും രോഗങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പേഷ്യന്റിനോട് ഹോണസ്റ്റ് ആയിട്ട് പറയുക. നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ പേഷ്യന്റിനോട് പറയാണ്ട്, അതായത് സ്വന്തമായിട്ട് തീരുമാനിക്കാനും ചിന്തിക്കാനും കഴിവുള്ള ഒരു പേഷ്യന്റിനെ മാറ്റി നിർത്തിയിട്ട് ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നത് ആ ഒരു അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇവിടെ UK യിലില്ല. അതുകൊണ്ടാണ് ഈ എന്താ പറയുക ഈ ഡ്യൂട്ടി ഓഫ് കാൻഡോർ എന്ന് പറയുന്ന സംഭവം അത് ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു ഡ്യൂട്ടീസാണ്. അതായത് ഈ NHS സർവീസ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണത്. അപ്പൊ അതെല്ലാരും ഫോളോ ചെയ്യേണ്ടതാണ്. ലോയില് വരുന്നൊരു കാര്യമാണ്. ഇൻ കേസ് ഈവൻ സർജറിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് പറ്റിയതാണെങ്കിലും നമ്മളെ ഭാഗം പ്രൊട്ടക്ട് ചെയ്യാതെ അത് ഹോണസ്റ്റ് ആയിട്ട് പറയുക, പേഷ്യന്റിനോട് പറയുക. അതിന് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അത് പേഷ്യന്റിനോട് എന്ന് മാത്രമല്ല, നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാകും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലായാലും അതിപ്പോൾ എന്താ പറയുക നമ്മളെ ഹോസ്പിറ്റലിലായാലും അത് നമ്മൾ തുറന്നു പറയാം. ഇങ്ങനെ ഇപ്പം നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മെഷീൻ കേടായി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവമാണെങ്കിൽ തന്നെ അത് നമ്മളെ മാനേജറിനോട് പറയാം, ഇങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം പറ്റി, ഇങ്ങനെ ഇത് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി ഓഫ് കാൻഡോറിൽ വരുന്നതാണ്. അതിപ്പം പല സിനാരിയോ ബേസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 2 ചോദ്യങ്ങളും ഏകദേശം ഒരേ ഒരു ബന്ധമുള്ളതാണ്. ഡ്യൂട്ടി ഓഫ് കാൻഡോറും അതുപോലെ ഒരു ഇൻസിഡന്റ്, ഹൗ ടു മാനേജ് ഇൻ ഇൻസിഡന്റ്. ഡ്യൂട്ടി ഓഫ് കാൻഡോർ എപ്പോഴും ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടും ഉണ്ടാവാം, അല്ലാതെ പേഷ്യന്റ് നോർമൽ നമ്മുടെ വർക്ക് ഫ്ലോയിലും നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഡ്യൂട്ടി ഓഫ് കാൻഡോർ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ വർക്ക് ഏരിയയിൽ അല്ലെങ്കിൽ വർക്ക് അറ്റ്മോസ്ഫിയറിൽ നമ്മളെപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യമാണ് ഡ്യൂട്ടി ഓഫ് കാൻഡോർ. ബേസിക്കലി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ടു ബി ഹോണസ്റ്റ് എന്നുള്ളൊരു അർത്ഥമാണ് വരിക. ഡ്യൂട്ടി ഓഫ് കാൻഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിനോടും അതുപോലെ നമ്മൾ എവിടെയുള്ള സിസ്റ്റമായിട്ട് ഹോണസ്റ്റ് ആയി പെരുമാറുക. നമ്മുടെ ബാക്കിയുള്ള ഇമോഷൻസും ഫീലിങ്സ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിന്റെ ഒരു അർത്ഥം വരിക. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അങ്ങനെ ടു ബി ഹോണസ്റ്റ് എങ്ങനെയാണ്, അത് ഏത് സിനാരിയോ ബേസിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഹോണസ്റ്റ് ഒപ്പീനിയൻ എന്താ വരിക എന്നുള്ളത്. അതിപ്പം എക്സ്റേ തെറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനോട് അങ്ങനെ തെറ്റി എന്നുള്ള കാര്യം പറയുക, എന്നിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ട് അപ്പോളജൈസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ പെർമിഷൻ ചോദിക്കുക, രണ്ടാമത് എക്സ്റേ എടുക്കാനാക്കുക. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് വരിക. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണക്ക് തന്നെ എല്ലാ സിനാരിയോനും നിങ്ങൾക്ക് ഇതിനും ആ ഒരു ചേഞ്ചസ് ഒക്കെ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ വെച്ചിട്ട് ആ ഒരു മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇൻസിഡന്റ് മാനേജ്മെന്റ്. അപ്പോൾ ഈ ഇൻസിഡന്റ് മാനേജ്മെന്റിലെ ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി സിനാരിയോ ബേസ്ഡ് ആയിട്ടായിരിക്കും അവർ ചോദിക്കാറ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് വീണ് കിടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റേഡിയോഗ്രാഫേഴ്സിൻ്റെ അണ്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റേ നിങ്ങൾ മാറിയെടുക്കുകയാണ്, അതിന് നിങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്, ഇതുപോലെയുള്ള ഇൻസിഡന്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഇൻസിഡന്റ് മാനേജ്മെന്റ് അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻസിഡന്റ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന ഇൻസിഡന്റ് മാനേജ്മെന്റ് ആണ്. അതിനുശേഷം ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ഉണ്ടാവും, പിന്നെ വരുന്ന അതിന്റെ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു 3 കാര്യങ്ങളൊക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഈ മാനേജ്മെന്റ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതെ,
അപ്പോൾ നമ്മൾ കുറച്ച് സിനാരിയോസ് എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണ് ഇൻസിഡന്റ് മാനേജ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരുവിധ റേഡിയോഗ്രാഫേഴ്സിനൊക്കെ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവും. കാരണം ഫ്ലോയ്ക്കകത്ത് പല മിസ്റ്റേക്സും എറേഴ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടേതല്ലെങ്കിലും നമ്മുടെ മുന്നിൽ പലതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ചോദിക്കാറുണ്ട് അവർ, ഒരു പേഷ്യന്റ് വീണ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പേഷ്യന്റ് റോങ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസിഡന്റ് എങ്ങനെ മാനേജ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരു ആക്സിഡന്റിൽ നമ്മളൊരു റോങ് പാർട്ട് എടുത്തു, ലെഫ്റ്റ് ലെഗിന് പകരം റൈറ്റ് ലെഗ് എക്സ്റേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളപ്പം തന്നെ അത് നമ്മുടെ മുന്നിൽ അറിയുന്നതായിരിക്കും. നമ്മളത് കണ്ട് നമ്മളപ്പം തന്നെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മളത് അങ്ങനെ എടുത്ത് പേഷ്യൻറ്റ് പറഞ്ഞയച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടിംഗ് റേഡിയോഗ്രാഫറോ റേഡിയോളജിസ്റ്റോ നമ്മൾ വിളിച്ച് കാണിക്കുമ്പോഴായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി ചെയ്യേണ്ടത് പേഷ്യൻ്റെ അടുത്ത് പറയുക, ഇങ്ങനെ റോങ് പാർട്ടാണ് എടുത്തത്, അപ്പോൾ നിങ്ങൾ അപ്പോളജൈസ് ചെയ്യുക പേഷ്യൻ്റെ അടുത്ത്. അതുപോലെ തന്നെ പേഷ്യൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ അടുത്ത പാർട്ട് എടുക്കാൻ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് പേഷ്യൻ്റ് തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടുത്ത പാർട്ട് എടുക്കുക. എന്നിട്ട് ഇത് നേരെ നമ്മുടെ ലൈൻ മാനേജർ അല്ലെങ്കിൽ അവിടെ ഉള്ള ബാൻഡ് 6 ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സിനെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് IR1 റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, റേഡിയേഷൻ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ റേഡിയേഷൻ ഇൻസിഡൻറ്റിൻ്റെ വേറൊരു ഫോം ഉണ്ട്, അത് രണ്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇത് ആദ്യം IR1 റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ അത് എന്നിട്ട് ഡാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിനകത്തോട്ട് അയക്കണം. എന്തൊക്കെയാണ് സംഭവിച്ചത്, നമ്മൾ എങ്ങനെയാണ് അത് സംഭവിക്കാൻ കാരണം, ഏത് ഭാഗമാണ് തെറ്റിയത്, എത്ര ഡോസ് എടുത്തു, എത്ര KV യൂസ് ചെയ്തു, MA യൂസ് ചെയ്തു എന്നെല്ലാം അതിനകത്ത് ഫിൽ ഔട്ട് ചെയ്തിട്ട് IR1 അയച്ച് അവർക്ക് നമുക്കൊരു റിപ്ലൈ മെയിലൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ റേഡിയോളജിയുടെ ഒരു സെപ്പറേറ്റ് റേഡിയേഷൻ ഇൻസിഡൻറ്റ് ഫോം ഉണ്ട്, അത് ഫിൽ ഔട്ട് ചെയ്തിട്ട് നമ്മുടെ മാനേജേഴ്സിന് നമ്മൾ മെയിൽ അയക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റോങ് ആയിട്ട് എടുത്തിട്ടുള്ള പാർട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാക്സിൽ പോയിട്ട് പാക്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അത് റോങ് ഇൻ്റർപ്രിട്ടേഷന് കാരണമായിരിക്കും. പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് അത് ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ലെഫ്റ്റ് ചോദിച്ചിട്ട് റൈറ്റ് എടുത്തതിന് ശേഷം ആ റൈറ്റ് റിപ്പോർട്ട് നോർമൽ റിപ്പോർട്ട് പോവുകയാണെങ്കിൽ ലെഫ്റ്റിന് ഓൾറെഡി ഒരു പ്രശ്നമുള്ളതായിരിക്കും. അതിപ്പോൾ ആരും നോട്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു റോങ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറും. പിന്നെ ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സംഭവം ഉണ്ടായി. അതൊരു സിമ്പിളായിട്ട് സംഭവമാണ്. നമ്മൾ റേഡിയോഗ്രാഫേഴ്സിന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈവൻ നമ്മൾ മാർക്കേഴ്സ് യൂസ് ചെയ്യും എക്സ്റേ എടുക്കുമ്പോൾ. അപ്പോൾ ഈ അടുത്ത് നിക്കു എന്ന് പറഞ്ഞ NICU ഒരു ബേബിയുടെ എക്സ്റേ എടുത്തപ്പോൾ മാർക്കർ യൂസ് ചെയ്തില്ല, പകരം നമ്മൾ ഡിജിറ്റലായിട്ടുള്ള മാർക്കർ വെച്ചു. ഈ മാർക്കർ വെച്ചത് എന്തോ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഈ മൗസ് മാറിയിട്ടോ അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ആയിരിക്കും, നമ്മൾ പെട്ടെന്ന് അവിടെ തൊട്ടതിൻ്റെ ശേഷം ഇപ്പുറത്ത് അറിയാതെ നമ്മൾ കൈ തട്ടിയാലോ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് നമ്മുടെ കൈ നനഞ്ഞിട്ടുള്ള എന്തെങ്കിലും വെറ്റായിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇപ്പോൾ വൈപ്പൊക്കെ നമ്മൾ ഈ സാനിറ്റൈസറോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ മോണിറ്ററിൽ വീണാൽ പോലും ഇത് ഇങ്ങോട്ട് മാറി വരും ചിലപ്പോൾ. അപ്പം അങ്ങനെ മാറി വന്നിട്ട് ഇത് ഇപ്പുറത്തെ സൈഡിൽ ഇമേജ് ഫ്ലിപ്പായി പോയി. നിക്കു ഓട്ടോ റിപ്പോർട്ടാണ്, വേറെ ആരും റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അവിടുത്തെ ഡോക്ടർ ചെക്ക് ചെയ്തു, ലെഫ്റ്റിലുണ്ടായിരുന്ന ന്യൂമോതൊറാക്സ് ഇവർ റൈറ്റിലാണെന്ന് കരുതിയിട്ട് ഓൾമോസ്റ്റ് റൈറ്റിൽ ഡ്രെയിൻ ഇടാൻ വേണ്ടിയിട്ട് ഇവർ പോകുന്ന സമയത്ത് ഡോക്ടർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി വീണ്ടും റേഡിയോഗ്രാഫറിനെ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ആക്ച്വലി റൈറ്റാണ്, ലെഫ്റ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇത് ഒരു റിപ്പോർട്ട് ഇൻസിഡൻറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ ഇത് ആക്ച്വലി അവിടെ റൈറ്റ് പേഷ്യൻ്റ് ആണ്, റൈറ്റ് പാർട്ടാണ്, റൈറ്റ് ഡോസ് ആണ്, എല്ലാം കറക്റ്റാണ്. ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് വലിയൊരു പ്രോബ്ലത്തിലോട്ടാണ് ലീഡ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെറിയ മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. എല്ലാം ഈ ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ബൈ ദ എൻഡ് ഓഫ് ദി ഇയർ ഇതെല്ലാം ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെന്ന പ്രശ്നങ്ങളാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടായത്. റേഡിയോഗ്രാഫേഴ്സിന് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ ഇൻസിഡന്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓൾ ഓവർ ദ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് റിപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ഓഡിറ്റിന്റെ സമയത്ത് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എടുത്തെന്നുള്ളത് നമ്മൾ ആ ഇൻസിഡന്റ് റിപ്പോർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഇപ്പോഴും അവർ ശ്രദ്ധിക്കുന്നുണ്ടോ, അല്ലെ അതിന് ഇനി വേറെ എന്തെങ്കിലും നമ്മൾ സാധാരണ റുട്ടീനിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഓഡിറ്റിൽ അവർ ശ്രദ്ധിക്കുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവർ ആ മാറ്റങ്ങൾ അവിടെ വരുത്തുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്.
അപ്പോൾ ഒരു ഇൻസിഡന്റിന്റെ ഒരു ഇൻസിഡന്റ് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഒരു ഇൻസിഡന്റ് ഉണ്ടാവുക എന്ന് ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേഷ്യന്റ് വീണ് കഴിഞ്ഞാൽ അതൊരു ഇൻസിഡന്റ് ആണ്. അതും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതിന് എന്താ പേഷ്യന്റ് സ്വന്തമായിട്ട് വീണതാണോ, അല്ലെങ്കിൽ പേഷ്യന്റ് വഴിക്ക് വീണതാണോ, അല്ലെങ്കിൽ ആ ഒരു കോറിഡോറിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ആണെങ്കിൽ അവർ ആ ഒരു പ്രോബ്ലം മാറ്റും. പിന്നെ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു പേഷ്യന്റ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നടപടി എടുക്കും. ചിലപ്പോൾ അത് ഡോർ തട്ടി വീണതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടഞ്ഞ് വീണതൊക്കെ ആണെങ്കിൽ ആ റിപ്പോർട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യുക. പിന്നെ ഈ ഓഡിറ്റിന്റെ സമയത്ത് അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് അങ്ങനെ ഒരുപാട് ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോർ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവർ മാറ്റി ആ ഒരു ഇൻസിഡന്റ് ഭാവിയിൽ നടക്കാണ്ടിരിക്കാനുള്ള സംഭവങ്ങൾ അവിടെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ സിനാരിയോ ബേസ്ഡ്, കുറേ ഇൻസിഡന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു ഇന്റർവ്യൂവിൽ. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾസ് അതുപോലെ ഇതിൽ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് 2 എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. ഇൻ ഫ്യൂച്ചർ വീഡിയോസിൽ നമ്മൾ കൂടുതൽ ഇതുപോലത്തെ എക്സാമ്പിൾസിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ഇപ്പോൾ ജനറലി ഒരു ഇൻസിഡന്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെങ്ങനെ ഉത്തരം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ തുടങ്ങുക ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ അവർ ചോദിക്കുക നിങ്ങളൊരു പേഷ്യന്റിന്റെ ഇത് മാറിയെടുത്തു, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു പേഷ്യന്റ് വീണു, നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ പറയാ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് വലിയ തെറ്റായിട്ട് പറയാതെ അതിനൊരു ലഘൂകരിച്ചിട്ട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം എനിക്കിതുവരെ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല, ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ മെത്തേഡ് ഈ ഒരു രീതിയിൽ പേഷ്യൻ്റെ അടുത്ത് ആദ്യം ഇതെന്താണ് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇത് പേഷ്യൻ്റെ അടുത്ത് പറയും, പേഷ്യൻ്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും, ഇത് മാനേജർ അറിയിക്കും, ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ഫോം ഫില്ല് ചെയ്യും. റേഡിയേഷൻ ഇൻസിഡൻ്റ് ആണെങ്കിൽ റേഡിയേഷൻ ഇൻസിഡൻറ്റിൻ്റെ സെപ്പറേറ്റ് ഫോം ഫില്ല് ചെയ്യും. അതുപോലെ ഈ ഒരു ഇമേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇതുപോലത്തെ ഇൻസിഡൻറ്റുകൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഇതെനിക്കൊരു ലെസൺ ആണ്, ഞാൻ അതിൽ നിന്ന് ലേൺ ചെയ്തു. ഇനി ഒരു ഇൻസിഡൻറ്റ് റിപ്പീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം അങ്ങനെ നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്തിട്ട് ആൻസർ പറയാൻ ചെയ്യുന്ന കാര്യമാണ്. ആ ഇൻസിഡന്റിന് ശേഷം നമ്മളുടെ റുട്ടീനിൽ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോബിൽ എന്താണ് മാറ്റം വരുത്തിയേക്കുന്നത്, ഭാവിയിൽ ആ സെയിം ഇൻസിഡന്റ് വരാണ്ടിരിക്കാൻ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ആഡ് ചെയ്ത് തരണം. അതായത് ഇപ്പം ഒരു ജസ്റ്റ് പറഞ്ഞ പോലെ ഒരു പേഷ്യന്റ് പാർട്ട് മാറിയെടുത്തിട്ട് എന്നുള്ളൊരു ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡന്റിൽ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ആൻസറിൽ നിങ്ങൾക്ക് പറയാം ആ ഒരു ഇങ്ങനെ ഒരു പാർട്ട് ചേഞ്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഏത് എക്സ്റേ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ആ ഡോക്ടർ റിക്വസ്റ്റ് ചെയ്ത പാർട്ട് ഏതാണെന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്യും. പേഷ്യന്റിനോട് ഞാൻ ഹിസ്റ്ററി ഒന്നുകൂടെ ചോദിച്ച് പേഷ്യന്റിന് ആ ഒരു സൈഡ് തന്നെയാണോ എക്സ്റേ വേണ്ടത്, അല്ലെങ്കിൽ പെയിൻ അവിടെ തന്നെയാണോ എന്നുള്ളത് ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ എക്സ്റേ എടുക്കുന്നത് എന്നുള്ളത് അതൊരു ലെസൺ ആയിട്ട് ഞാൻ എടുത്തു. എൻ്റെ ഒരു വർക്കിങ്ങിൽ ഞാൻ അത് മാറ്റമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നിങ്ങളൊരു ഏതൊരു ഇൻസിഡന്റ് മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതൊന്നുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ പേഷ്യന്റിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാക്കും. എന്നിട്ട് അതിലിപ്പം ഇപ്പോൾ റേഡിയേഷൻ ഇൻസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ നോർമൽ ഇൻസിഡന്റ് ആണെങ്കിലും അതിൻ്റെ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നതിന് സീൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ മാനേജേഴ്സിനോട് ഇൻഫോം ചെയ്യുക എന്നുള്ളൊരു കാര്യം പറയുക. അതിനുശേഷം പിന്നെ നിങ്ങൾ ആ ഇൻസിഡന്റ് എന്താണ് പഠിച്ചത്, പിന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നിങ്ങളുടെ റൊട്ടീനിൽ കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാം. ഭാവിയിൽ ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു തെറ്റ് പറ്റാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറയാം. അതുപോലെ തന്നെ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് പേഷ്യന്റിനെ മാറിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ പേഷ്യന്റിനെ മാറിയെടുത്താലും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ പേഷ്യന്റിനെ മാറിയെടുക്കാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക, പേഷ്യന്റിനെ കറക്റ്റായിട്ട് ഐഡി ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മൾ ഒരു റേഡിയോഗ്രാഫർ ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവർ ഇന്റർവ്യൂസും കൂടുതലായിട്ട് ചോദിക്കുന്നത്. നാട്ടിലെ ടെക്നിക്കൽ ടേംസിനേക്കാളും കൂടുതൽ ഇവിടുത്തെ സിനാരിയോ ബേസ്ഡ് ചോദ്യങ്ങളായിരിക്കും. ഇതിൽ കൂടുതലായിട്ട് ഇനിയൊന്നും പറയാണ്ടെന്ന് തോന്നില്ല. അപ്പം ഈ ഒരു 2 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പെരിഫറലി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്ട് നിങ്ങളതായ രീതിയിൽ ഒന്ന് റീബിൽഡ് ചെയ്യാനാക്കുക. അപ്പോൾ ഏത് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനൊരു ആൻസർ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഇജാസ് പറഞ്ഞതുപോലെ ആദ്യം തന്നെ പറയാം, ഈ ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഇതുവരെയായിട്ട് എൻ്റെ വർക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ല, പക്ഷെ എന്നാലും ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ആൻസർ തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. ഇനി ഒത്തിരി പേര് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കെല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. Peace out.